ഹായ് എല്ലാവർക്കും റോമസിലേക്ക് സ്വാഗതം. നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് ഒക്കെ അടുത്ത് വന്നിരിക്കുക അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ എന്താ ഫ്രാക്ഷൻസിന്റെ എസ്റ്റിമേറ്റിന്റെ ഒരു ബേസ് ലെവൽ വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് അഡ്വാൻസ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ചേക്കുന്നത് നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം, ഓപ്ഷനിൽ നിന്നൊക്കെ ആൻസർ കണ്ടെത്തുന്ന നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, പെന്ന് വളരെ കുറച്ച് ഉപയോഗിച്ച് നമുക്ക് മനക്കടക്കായിട്ട് എങ്ങനെ ചെയ്യാം, അതാണ് ഞാൻ നിങ്ങളെ റോമസിൽ പഠിപ്പിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. വീണ്ടും നോക്കാം, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് അഡ്വാൻസ് ആവുന്നത് കാരണം 1/a plus 1/b plus 1/c plus 1/2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ 16/23 2a plus 3b plus 4c എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്. ഗ്രൂപ്പ് ഡി 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നിങ്ങളാ. ഞാൻ പറഞ്ഞല്ലോ, ഇത് കൺവെൻഷൻ വില ഞാൻ നിങ്ങൾ ചെയ്യാൻ പോകാം. കൺവെൻഷൻ വില എനിക്ക് എത്ര ടൈം എടുക്കും നമുക്ക് നോക്കാം എന്നുള്ളത്. ഇപ്പോൾ നമ്മളത് ആദ്യം ചെയ്യുമ്പോൾ ഇത് എന്താണ് തിരിച്ചിടുമ്പോൾ എന്തായാലും നോക്കി 1 ഇത് നമുക്ക് ആൻസർ ചെയ്ത് കളയാൻ പറ്റും അല്ലെ. അപ്പൊ 23/16 ചെയ്താൽ മതി അല്ലെ. 1/x അല്ലെ, തിരിച്ചുമ്പോൾ ഈ 1 കാണില്ല, നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഈ തിരിച്ചിട്ടാൽ മതി. ഓക്കെ, അപ്പൊ 23/16 കിട്ടും. ശരിക്കും ആൻസർ എത്ര? 23/16 ചെയ്യും. 23/16 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16 അല്ലെ. പിന്നെ എത്രയാണ് അതിന്റെ ക്വസ്റ്റ്യൻ്റെ വരും? 1 വരും അല്ലെ. അപ്പൊ ശിഷ്ടം എത്ര? 7 വരും. പിന്നെ ഈ എന്ത് ചെയ്യുക, ഡിവിസർ ഇവിടെ എഴുതുക. അപ്പൊ എത്ര? വീണ്ടും 16 അല്ലെ. പിന്നെ 7/16 14 പ്രാവശ്യം അല്ലെ. 2 പ്രാവശ്യം അല്ലെ, 14. വീണ്ടും എന്ത് ചെയ്യുക, ശിഷ്ടം 2 വന്നു അല്ലെ. പിന്നെ ഈ റിമൈൻഡർ ഇവിടെ എഴുതുക അല്ല, സോറി, ഈ ഡിവിസർ ഇവിടെ എഴുതുക. അപ്പൊ എത്രയായിരിക്കും? 7. 7/2 എത്രയായിരിക്കും? 3 പ്രാവശ്യം അല്ലെ. അപ്പൊ റിമൈൻഡർ എത്ര വരും? 1 വരും. റിമൈൻഡർ 1 വരും. അപ്പൊ ഇവിടെ വരുന്ന ഇതിന്റെ ശരിക്കും ആൻസർ കണ്ടെത്താൻ നമുക്ക് എന്തായിരിക്കും? ഇവിടെ ഏതാണ് ഈ വന്നേക്കുന്നത്? ഇത് 1, 2, 3 ഇതാണ് ഇത് വന്നേക്കുന്നത്. ഈ ഏത് എത്രയായിരിക്കും? 1 ബി എത്രയായിരിക്കും? 2 ആയിരിക്കും. സി എത്രയായിരിക്കും? 3 ആയിരിക്കും. 3 വാല്യൂ വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ABCയുടെ വാല്യൂ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് 2a പ്ലസ് എത്രയാണ്? 2a പ്ലസ് 3b പ്ലസ് 4c ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എയുടെ വാല്യൂ എത്ര? എയുടെ വാല്യൂ 1 ആണ് അല്ലെ. എയുടെ വാല്യൂ 1 ആകുമ്പോൾ എത്രയായിരിക്കും? 2 × 1. എയുടെ വാല്യൂ ഇത് 1 പ്ലസ് ബി എത്രയാ? 3 × ബിയുടെ വാല്യൂ എത്ര? 2 പ്ലസ് 4 × അല്ലെ സിയുടെ വാല്യൂ എത്ര വരും? സിയുടെ വാല്യൂ 3 കിട്ടും. അപ്പോ 2 × എത്ര? 2 പ്ലസ് 3 × എത്ര? 6 പ്ലസ് 4 × 3 എത്ര? 12 അല്ലെ. അപ്പൊ എത്ര വരും? 12 പ്ലസ് 6 പ്ലസ് 2 എത്ര? 20 കിട്ടും അല്ലെ. അതൊരു ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ കൺവെൻഷൻ വഴി നമുക്ക് ചെയ്തു തരുന്നത്. ഇത് തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ തന്നെ കണ്ടെത്താം. ഞാൻ പറഞ്ഞു, എയുടെയും ബിയുടെ സിയുടെ വാല്യൂ ഇത് കുറച്ച് ചെറിയ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. വലിയ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ കണ്ടെത്താം സിമ്പിൾ ആയിട്ട്, അതാണ് നിങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കാൻ പാട്ടോ. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിക്കാം, ഈ സെയിം ക്വസ്റ്റ്യൻ എടുത്തേക്ക് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ എത്രയാ? ഈ 1 കളയാം. 1 കളഞ്ഞിട്ട് എത്രയാ? 23 എത്ര എഴുതുക? 16 ആക്കാം തിരിച്ചിട്ട് അല്ലെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാല് ഈ നിങ്ങളിവിടെ അത് മനക്കണക്ക് എഴുതിയാൽ മതി. 23/16 ചെയ്യുമ്പോൾ 23/16 ചെയ്യുമ്പോൾ കോഷ്യന്റ് എന്ത് കിട്ടും നോക്കാം. കോഷ്യന്റും എന്താ? റിമൈൻഡറും അല്ലെ. റിമൈൻഡർ കോഷ്യന്റ് എത്ര കിട്ടും? 1 കിട്ടും അല്ലെ. 23/16 ചെയ്യുമ്പോൾ എത്രയായിരിക്കും? 16 എത്രയായിരിക്കും? ഒരു പ്രാവശ്യമുള്ളു അല്ലെ. 16 കഴിഞ്ഞ് അല്ലെ, ഒരു പ്രാവശ്യമുള്ളു അല്ലെ. റിമൈൻഡർ പിന്നെ റിമൈൻഡർ എത്ര കിട്ടും? 23 - 16 എത്ര? 7 കിട്ടും. റിമൈൻഡർ 7 കിട്ടും. ഇനി അടുത്ത ചെയ്യേണ്ടത്, ഇത് മനസ്സിലേണ്ടത്, അടുത്ത ചെയ്യേണ്ടത് ഈ 16 എടുക്കുക. 16 ഡിവൈഡ് ബൈ എത്രയാ? 7 ചെയ്യുക. 7 ചെയ്യുമ്പോൾ എത്രയായിരിക്കും? ഇവിടെ 2 കിട്ടും. ഓക്കെ, അപ്പൊ 16 ഡിവൈഡ് 7 14 ബാക്കി എത്ര? റിമൈൻഡർ 2 വരും ആണല്ലോ, 2. ഇനി അടുത്ത 7 ബൈ എന്ത് ചെയ്യുക? ഈ 2 ഈ റിമൈൻഡർ 2 ചെയ്യുക. അപ്പൊ എത്രയാണ്? ഇവിടെ 3 കിട്ടും അല്ലെ. അപ്പൊ ഇതാണ് എന്ത്? ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് എത്ര? സി. അപ്പൊ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക. നമുക്ക് ആൻസർ കിട്ടി എത്ര? 2 × 1 പ്ലസ് എത്രയാ? 3 × 2 പ്ലസ് 4 × 3 അല്ലെ. അപ്പൊ 2 പ്ലസ് 6 പ്ലസ് 12 കിട്ടും. അപ്പൊ 20 നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഇതിലെ ബൈ ഹാർട്ടിന് ഈ സെയിം തന്നെ നമുക്ക് ചെയ്ത് നോക്കാതെ ഒക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞത്. ബൈ ഹാർട്ട് അടിച്ചു വെക്കണം അല്ലെ. 23/16 എത്രയാണ്? ക്വസ്റ്റ്യന്റ് 1 വരും അല്ലെ. അപ്പൊ എത്രയാണ്? എയുടെ വാല്യൂ 1 ആണ്. അടുത്ത എത്രയാ? ശിഷ്ടം എത്ര? 7 ആണ്. അപ്പൊ എത്രയാണ്? 16/7. 16/7 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 പ്രാവശ്യം വരും. അപ്പൊ എത്രയാണ്? അപ്പൊ എത്രയാണ്? ക്വസ്റ്റ്യന്റ് ബിയുടെ വാല്യൂ എത്ര? 2 കിട്ടി അല്ലെ. അപ്പൊ 14 ബാക്കി ശിഷ്ടം 2 കിട്ടും അല്ലെ. റിമൈൻഡർ 2 കിട്ടും. ഇനി അടുത്തെന്ന് വെച്ചാൽ എത്ര? 7/2. 7/2 ചെയ്യുമ്പോൾ എത്രയാണ്? ക്വസ്റ്റ്യന്റ് എത്ര? 3 കിട്ടും. അതാണ് എത്ര? സിയുടെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ കണ്ടുപിടിച്ചത് ഇപ്പൊ എയുടെയും ബിയുടെയും സിയുടെ കിട്ടി. നമുക്ക് ആൻസറിലേക്ക് എത്തി. അപ്പൊ പെട്ടെന്ന് ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ വളരെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ അടുത്ത ദിവസം ഞാൻ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് ചെയ്യുമെന്ന് ഞാൻ പറയണം. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെയാന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് വാല്യൂ ഓഫ് 1/a plus 1/2b plus 1/3c plus 1/4d എന്നാ അല്ലെ. ഇസിക്കറ്റ് 30/43 a × b × c × d ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഈ 1 ബൈ കാണിക്കളെ. അപ്പൊ എത്രയാ? തിരിച്ചിരിക്കുക. എത്രയാണ്? 43/30 എന്ന് വരും അല്ലെ.
അപ്പൊ 43 എത്രയാണ് 30 എന്ന് പറയുമ്പോഴത്തേക്കും കോഷ്യന്റ് എന്ന് വരും 43 എത്രയാണ് 30 ചെയ്യുമ്പോൾ എത്ര ഒരു പ്രാവശ്യം വരുള്ളൂ അല്ലെ, ഒരു പ്രാവശ്യം വരുള്ളൂ. റിമൈൻഡർ എന്ത് വരും, അപ്പൊ റിമൈൻഡർ 13 വരും. അപ്പൊ കോഷ്യന്റ് 1 റിമൈൻഡർ എത്രയാണ് 13 കിട്ടി. ഇനി ഈ 30 ഡിവൈഡ് ബൈ ഈ റിമൈൻഡർ എത്രയാണ് 13 ചെയ്യുമ്പോൾ എത്രയായിരിക്കും 2 പ്രാവശ്യം അല്ല 26, ബാക്കി എത്രയാ റിമൈൻഡർ 4 വരും. പിന്നെ ഈ 13 ഡിവൈഡ് ബൈ എത്രയാ 4 ചെയ്യുക, അപ്പൊ എത്രയാണ് 3 പ്രാവശ്യം വരും, റിമൈൻഡർ 1 വരും അല്ലെ. അപ്പൊ ഇവിടുത്തെ വാല്യൂ തരും, ഈ വാല്യൂ എത്രയാ 1 എത്രയായിരിക്കും 1 ഈ 4 ഇതാണ് 1 എത്ര ഇവിടെ 4 വരും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നോക്കാം, ഈ വാല്യൂ ആണ് എത്ര, ഈ എയുടെ വാല്യൂ ആണ് എത്ര 1 എന്ന് കിട്ടിയത്. therefore a is equal to എത്ര 1 എന്ന് കിട്ടി. ഇനി നോക്കിയേ ഈ 2b ഈ വാല്യൂ എത്രയാ 2b is equal to എത്രയാ 2b is equal to 2 എന്ന് കിട്ടി. therefore b is equal to എത്രയാണ് 2/2 എത്രയാണ് 1 എന്ന് കിട്ടി. ബിയുടെ വാല്യൂ 1 എന്ന് കിട്ടി. ഓക്കെ, ബിയുടെ വാല്യൂ 1. ഇനി നോക്കിയേ 3c ആണ് എത്ര വന്നേക്കണത് 3 വന്നേക്കണത് അല്ലെ. therefore 3c is equal to 3 ആണെങ്കിൽ c എത്രയായിരിക്കും c is equal to 1 എന്ന് കിട്ടും. therefore c യുടെ വാല്യൂ എത്രയാണ് 1. ഇനി നോക്കി ഇവിടെ 4d is equal to എത്രയാണ്, ഇവിടെ നോക്കാം 4d is equal to വരും 4 എത്രയാണ് വരും അല്ലെ. 4d is equal to 4. therefore d യുടെ വാല്യൂ എന്ത് വരും, d യുടെ വാല്യൂ 1 എന്ന് കിട്ടും. അപ്പൊ എല്ലാത്തിന്റെ വാല്യൂ 1 അല്ലെ, എല്ലാം 1 ആണ്. അപ്പൊ എത്രയാണ് 1 into 1 into 1 into 1 എന്ന് വരും അല്ലെ. a into b into c into d ഇസിക്കൽ എത്രയാണ് 1 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ? അത് ഇത്ര ക്വസ്റ്റ്യൻ എത്ര 1 2 3 അല്ലെ, അതാണ് എത്ര ഈ വന്നേക്ക വാല്യൂ. ഇത് 1 ഇത് 2 ഇത് 3 അതാണ് 3 വന്നേക്കണം അല്ലെ. പിന്നെ 1/4 എത്ര ഈ 4 വന്നേക്കണം. ഈ 4 ഉണ്ടല്ലോ, ഇതാണ് ഇവിടെ വന്നേക്കണം 4d എന്ന് വന്നേക്കണം. ഓക്കെ, അപ്പൊ എയുടെ വാല്യൂ 1 കിട്ടി, ബിയുടെ വാല്യൂ 1 കിട്ടി, സിയുടെ വാല്യൂ 1 കിട്ടി, ഡിയുടെ വാല്യൂ 1 കിട്ടി. അപ്പൊ a into b into c into d എത്രയാണ് 1 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതുപോലെ നിൽക്കുന്ന ട്രിക്സുകൾ അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ മക്കളെ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ഇത് സ്പീഡ് കൂടട്ടോ. ആണല്ലോ, ഇപ്പോഴത്തെ റെയിൽവേ എക്സാംസിൽ കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ട് മാറിയിരിക്കുകയാണ്. പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ കഴിഞ്ഞ എക്സാംസ് ഒക്കെ കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്. അപ്പൊ നമുക്ക് സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാംസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. പല ഉദ്യോഗസ്ഥരും കഴിഞ്ഞ LP JE RPF കഴിഞ്ഞ് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ സമയം കിട്ടില്ല, സിമ്പിൾ എക്സാം ആയിരുന്നു, പക്ഷെ സമയം കിട്ടില്ല, കാൽക്കുലേറ്റീവ് ആണ്. അപ്പോൾ സ്പീഡ് ഉണ്ടെങ്കിൽ ട്രിക്സുകൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ, എക്സാം ട്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഗ്രൂപ്പ് ഡി എക്സാംസ് അവർ NTPC എക്സാംസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാംസ് ആണ്. നിങ്ങൾ ഇനി ഒരു മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല പഠിച്ച് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത്. എനിക്കറിയാം നിങ്ങൾ പലരും പഠിച്ചു തുടങ്ങിയവരായിരിക്കാം. ചിലപ്പോൾ NTPC എക്സാംസ് ഒക്കെ അടുത്തിന് വരുന്നതായിരിക്കും, ചിലപ്പോൾ 2 മാസത്തിന് കഴിഞ്ഞൊക്കെ എക്സാംസ് വരുന്നതായിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പഠനം എങ്ങനെയാണ്, നിങ്ങൾ സമയം കഴിഞ്ഞ് കളഞ്ഞിട്ടില്ല, ഈ വർഷം തന്നെ നിങ്ങൾക്ക് NTPC എക്സാം എഴുതി എടുക്കാവുന്നേ. ഇനിയുള്ള പഠനം എങ്ങനെയാണെന്ന് ഞാൻ പറയാൻ പോണത്. നിങ്ങൾ ഈ ട്രിക്സ് ഇല്ലാതെ നിങ്ങൾ കൺവെൻഷനിൽ പഠിക്കുന്ന ഒരു ഉദ്യോഗത്തിലാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറുക എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാംസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കുകയും. സമയത്തിലാണ് മക്കളെ വില, സമയം നിങ്ങൾ കളഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത വർഷത്തേക്ക് മാറ്റി വെച്ചാൽ ഞാൻ പറയല്ലോ, നിങ്ങളുടെ ടൈം നഷ്ടപ്പെടുന്ന, കോമ്പറ്റീഷൻ ലെവൽ കൂടും. ഒരു വർഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് പ്രഷറുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഒരു വർഷം വീണ്ടും ജോലിയിലായിരിക്കുമ്പോൾ. അപ്പൊ സമയത്ത് മുൻഗണന കൊടുത്ത് മാത്രം നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് റോംബസ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഗ്രൂപ്പ് ഡിയുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 100 ഡേയ്സിന്റെ ഗ്രൂപ്പ് ഡിയുടെ ക്രാഷ് കോഴ്സ് വരുന്നത് കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്ത February 10 16 നമ്മുടെ കോഴ്സ് ഫീസ് വരുന്നത്. ഓക്കെ, അതുപോലെ NTPC വരുന്നുണ്ട് ക്രാഷ് കോഴ്സ് 60 ഡേയ്സിന്റെ ക്രാഷ് കോഴ്സ് ആണ്. 60 ദിവസം കൊണ്ട് NTPC എക്സാംസ് എങ്ങനെയാണ് ഫുൾ സിലബസ് കവർ ചെയ്തിട്ട് സിലബസ് ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾ എക്സാംസ് EVT കൊണ്ട് ആക്കി വയ്ക്കുക. അതിന് ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ ക്ലാസ് വരുന്നത് കേട്ടോ. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് February 12 നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ NTPCയുടെ ക്രാഷ് കോഴ്സിന്റെ ഫീസ് 60 ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്തായിരിക്കും 18,000 കോഴ്സ്. നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന വിദ്യാർത്ഥിയായിരിക്കാം. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ പഠിക്കുന്ന രീതി ഇപ്പോൾ എങ്ങനെയാണെന്ന് നോക്കുക. നിങ്ങൾ എങ്ങനെ കൺവെൻഷൻ രീതിയാണ് പഠിക്കണമെങ്കിൽ ഉടൻ തന്നെ മാറ്റില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി നമ്മൾ എന്താ മുന്നേറിയാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, റോംബസ് ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും പഠിക്കുന്ന ഓരോ ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും, പുതിയ കാര്യങ്ങളായിരിക്കും. റോംബസിന്റെ ക്ലാസ്സുകൾ ഞാനല്ല വേറെ നിങ്ങൾ യൂട്യൂബ് ചാനൽ വേറെ എവിടെ കണ്ടായിരിക്കും, അത് തികച്ചും വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് എക്സാം ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ എന്താണ് സിമ്പിളായ രീതിയിൽ ഞങ്ങൾ റോംബസിൽ ഓരോ ക്ലാസ് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മനസ്സിലാവും. അപ്പോൾ അവിടെ ഞങ്ങളുടെ കോഴ്സ് ഫീസ് ഡിഫറെന്റ് ആയിരിക്കും, മറ്റുള്ളടത്ത് പോലെ ആയിരിക്കത്തില്ല. കാരണം ഞങ്ങൾ എന്താ കണ്ടന്റിനാണ് ഞങ്ങൾ വാല്യൂ കൊടുക്കുന്നത്. നല്ല കണ്ടന്റാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വർഷം തന്നെ നിങ്ങൾക്ക് സർക്കാർ ജോലിയിൽ എത്തിക്കുക എത്രയും പെട്ടെന്ന് അതിനാവശ്യമായ കണ്ടന്റുകളാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗത്തിലേക്കാണ് നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾക്ക് നല്ലൊരു അവസരമാണ് ഗ്രൂപ്പ് ഡി NTPC എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കേട്ടോ. നല്ല പഠിക്കുന്ന മക്കളെ ഓൾ ദി ബെസ്റ്റ്. Download the Rhombus Learning app